ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മോസ്കിറ്റോ ഡോർ, നല്ല ഹെവി ആയിട്ടുള്ള മോസ്കിറ്റോ അലുമിനിയം, അതായത് സ്റ്റീലിൻ്റെ നെറ്റ് ഉപയോഗിച്ചിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള മോസ്കിറ്റോ ഡോറിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇതേപോലുള്ള മോസ്കിറ്റോ ഡോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ വർക്ക് ചെയ്യാൻ അറിയാത്തവർ, ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുക എന്ന് അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിലായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കൂടെ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് മോസ്കിറ്റോ ഡോറിന് ഉപയോഗിക്കുന്ന സെക്ഷൻസ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ്, അതായത് ഒരു ഡോറിന് ഇതേപോലെ 4 പീസാണ് വരിക. അപ്പോൾ ആ പീസുകൾ നമുക്ക് പരിചയപ്പെടുത്താം. ഇത് ഒരു ഐറ്റം വരും. ഇതാണ് നമുക്ക് ചട്ടം കൂട്ടാൻ ഉപയോഗിക്കുന്ന സെക്ഷൻ. നല്ല ഹെവി സെക്ഷനാണ് വരുന്നത്. ഇത് പിടിച്ചൊന്ന് പൊക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നമുക്ക് ക്വാളിറ്റി മനസ്സിലാക്കാൻ കഴിയും. നല്ല ഹെവി ആയിട്ടുള്ള ആംഗ്ലറാണ് ഇത് വരുന്നത്. നമ്മൾ ഈ ഒരു സെക്ഷൻ ഉപയോഗിക്കുന്നത് സെൻറ്ററിൽ, അതായത് ഡോറിൻ്റെ സെൻറ്ററിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെക്ഷൻ കേട്ടത്. ഇതിൻ്റെ ഉൾവശത്തായിട്ട് 2 ഗ്രൂ ഉണ്ട്, ഈ സൈഡിലും അതേപോലെ ഈ സൈഡിലുമായിട്ട്. അതേപോലെ ഇതിൻ്റെ 2 സൈഡിലായിട്ടും ഒരു ഗാഡി വരുന്നുണ്ട്. അതായത് ഇതിലോട്ട് നമുക്ക് റബ്ബർ ഇട്ട് ടൈറ്റ് ചെയ്യാം, അതായത് മോസ്കിറ്റോ നെറ്റ് റബ്ബർ ഇട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു സെക്ഷൻ്റെ ഒരു സൈഡിലാണ് വരിക. മെയിനായിട്ടും ഈ കാണുന്ന ഗാഡിയിലാണ് കേട്ടോ നമ്മൾ റബ്ബർ ഇട്ട് ടൈറ്റ് ചെയ്യുക. സെൻറ്റർ പീസിൽ നമ്മൾ റബ്ബർ ഇട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല, കാരണം അത് കട്ട് പീസ് നെറ്റ് ഇടുന്ന സമയത്താണ് അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കാണുന്ന 4 ലെങ്ത്ത് സെക്ഷനാണ് വരിക. ഈ ഒരു സെക്ഷൻ മാത്രം ഒരു ഐറ്റം, ബാക്കിയൊക്കെ ഒരേപോലത്തെ സെക്ഷനാണ് കേട്ടോ. ഇനി മെയിനായിട്ട് ഇതിൻ്റെ ഫിറ്റിങ്സാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഈ കാണുന്ന ഒരു ഐറ്റം വെതർ സ്ട്രിപ്പാണ്, നല്ല PVC വെതർ സ്ട്രിപ്പാണ് വരുന്നത്. ഈ സാധനമാണ് ഇതിൻ്റെ കറക്റ്റായിട്ട്, അതായത് ഡോർ അടഞ്ഞിരിക്കുന്ന സമയത്ത് അതിൽ കൂടെ ഒന്നും കയറി വരാതിരിക്കാനും, ആ ഡോർ അടയുമ്പോൾ വളരെ സ്മൂത്തായിട്ട് പോയി അടയാനും, അതായത് ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ ഡോറ് പോയിട്ട് അടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐറ്റാണ്. നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റം കേട്ടോ. അത് നമ്മൾ ആ സെക്ഷൻ്റെ ഉള്ളിലോട്ട് കയറ്റി വിടുകയാണ് സാധാരണ ചെയ്യുക. ഇതൊരു തരം മാഗ്നറ്റാണ്, അതായത് ഈ ഡോറ് പോയിട്ട് അടയാനുള്ള ഒരു മാഗ്നറ്റ്. ഇതും നമ്മൾ ആ സെക്ഷൻ്റെ ഉൾവശത്ത് കൂടെ കയറ്റി വിടും. ഇതിനൊരു ഓപ്പോസിറ്റ് ഇതുണ്ട്, ഒരു പ്ലസും മൈനസും എന്ന് പറഞ്ഞ പോലെ ഇത് കാന്തശക്തിയാണ്. ഇത് നേരെ കട്ടിലേമിക്ക് കൊടുക്കുന്നതാണ്, ഇത് ഒന്ന് നമ്മൾ സെക്ഷനിലേക്ക് കൊടുക്കുന്നതാണ്. അത് ഫുൾ മാഗ്നറ്റ് ആയതുകൊണ്ട് പോയി മെല്ലെ അടയുമ്പോഴേക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് ഒട്ടി നിൽക്കും, അത്രയും സ്ട്രോങ് ആണ് സാധനം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഐറ്റംസ് വരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് റബ്ബറാണ്. ഈ റബ്ബർ ഇട്ടിട്ടാണ് നമ്മൾ നെറ്റ് ടൈറ്റ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റീലിൻ്റെ മോസ്കിറ്റോ നെറ്റ് ടൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റബ്ബറാണ്, നല്ല ക്വാളിറ്റിയുള്ള റബ്ബറാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇതിൻ്റെ കോർണർ, അതേപോലെ ഹിഞ്ചസ് ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ അലൂമിനിയം ഹാൻഡിലാണ്, 2 ഹാൻഡിലുണ്ടാവും. അതേപോലെ നമുക്ക് അടുത്ത് വരുന്നതിൻ്റെ കോർണറാണ്, PVC കോർണർ ഒരു ഐറ്റം വരും. അതേപോലെ അലൂമിനിയം കോർണറും ഉണ്ടാവും കേട്ടോ. 4 PVC കോർണറും അതേപോലെ 4 അലൂമിനിയം കോർണറും വരും കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ള കോർണർ ക്ലീറ്റ് ആംഗിളാണ് വരുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ ഇത് തൂക്കും കാര്യങ്ങളൊന്നും വരില്ല, നല്ല ഹെവി ആയിട്ട് അവിടെ നിന്നോളും. പിന്നെ പോരാത്തതിന് നമ്മൾ അതിൻ്റെ 4 വറം നെറ്റിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ സ്ട്രോങ് ആവും. ഇതാണ് ഇതിൻ്റെ ഹിഞ്ചസ് വരുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹിഞ്ചസാണ് കേട്ടോ, എന്നാൽ നല്ല ഹെവിയാണ് ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ സെപ്പറേറ്റ് ആണ് വരിക. ഇതേപോലെ ആണി വരുന്നു അതിലോട്ട്, ഭയങ്കര സ്മൂത്താണ് സാധനം. അപ്പോൾ ഇത് 3 ഒരു ഡോറിൽ 3 സെറ്റാണ് വരിക. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി മെയിനായിട്ട് വരുന്നത് നെറ്റും കൂടിയാണ്. അപ്പോൾ അതിന് പക്ക SS-ൻ്റെ നെറ്റാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്, അത് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ ഒരു ഡോറിൻ്റെ സെറ്റിൽ വരുന്നത് 4 ലെങ്ത്ത് സെക്ഷൻ, അതേപോലെ ഈ ഫിറ്റിങ്സ് പിന്നെ നെറ്റും ആണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സംഭവം നമ്മളിപ്പോൾ 45-ൽ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഹെവി ആയിട്ടുള്ളൊരു ആംഗിളർ കട്ട് ചെയ്യുന്ന ഒരു ഫീലിംഗാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ഇതിൻ്റെ ഒരു ഉൾവശം കണ്ടോ, അടിയിൽ നമുക്കൊരു അലൂമിനിയം കോർണറും അതിൻ്റെ മേൽവശത്തുള്ള ഹോളിൽ ഫൈബറിൻ്റെ കോർണറാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള സെറ്റപ്പാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കണ്ടോ, അപ്പോൾ ഈ കോർണറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോളിനായിട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ടൈറ്റിലാണ്.
ശരിക്കും അത് അടിച്ച് കയറ്റിയാൽ തന്നെ ഉള്ളൂ അതിൻ്റെ ഉൾവശത്തേക്ക് കയറുള്ളൂ. അത്രയും ടൈറ്റിലാണ് ഇതിൻ്റെ കോർണർ വരിക കേട്ടോ. ഇനി ഇതിൻ്റെ അടിവശത്ത് വരുന്ന കോർണർ, അത് അലൂമിനിയം കോർണർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ കറക്റ്റ് അളവിലാണ് കേട്ടോ വരിക. എന്നാൽ ഓവർ ടൈറ്റും അല്ല എന്നാൽ ലൂസും അല്ല എന്ന് പറയുന്ന പോലെ. ഇനി ഇത് സ്ക്രൂ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോർണർ സിസ്റ്റം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് തൂക്കവും കാര്യങ്ങളൊന്നും വരില്ല, ഭയങ്കര ഹെവി ആണെന്ന്. ഇനി ഇതിൻ്റെ ഉൾവശത്ത് ഗാഡിയിൽ നമ്മൾ ഇതിൻ്റെ നെറ്റും കൂടി ഇട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ അത് ഒരിളക്കവും വരില്ല, ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ കോർണർ സ്ക്രൂ ചെയ്യണേക്കാട്ടി മുന്നേ, അതായത് ജോയിൻ്റ് ചെയ്യണേക്കാട്ടി മുന്നേ നമ്മളിതായി ഈ സംഭവം കണ്ടോ, ഇത് മാഗ്നറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വശം നമ്മൾ ഈ സെക്ഷൻ്റെ ഉൾവശത്തു കൂടെ കയറ്റി വിടും. അതിനുള്ളൊരു ഗാഡി ഇതുമ്പോൾ തന്നെ ഉണ്ട്, ഈ കാണുന്നൊരു ഗാഡി. അപ്പോൾ ഒരിക്കലും അത് നിന്നിട്ട് വിട്ടു പോരില്ല. കാരണം ഇത് ജോയിൻ്റ് ചെയ്തിട്ട് 45, അതായത് ഡോറുണ്ട് ചട്ടം കൂട്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് നമുക്ക് എടുക്കാൻ കിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇത്രയും നീളത്തിലുള്ള മാഗ്നറ്റാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വശം, അതായത് ഇതിൻ്റെ പ്ലസും മൈനസും വരുമല്ലോ, ഈ കാണുന്ന ഇത് നേരെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന കട്ട്ലയിലാണ് ഫിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡോർ അടയുന്ന കട്ട്ല സൈഡിൽ തന്നെയാണ് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു 6 അടി നീളത്തിലാണ് ഇത് വരിക കേട്ടോ, ഈ റോള് വരിക. അപ്പോൾ നമ്മളുടെ ഡോറിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ട് 80 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ ബാക്കി വശത്ത് നമ്മൾ അതിലൂടെ ഒന്നും കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാഗ്നറ്റ് വെച്ചതിൻ്റെ ബാക്കി ചെറിയൊരു പോർഷൻ വരുമല്ലോ, അത് ഈ വെതർ സ്ട്രിപ്പ് ഇട്ടിട്ട് ബാക്കി ബ്ലോക്ക് ചെയ്യും കേട്ടോ. ഈ വെതർ സ്ട്രിപ്പ് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ളൊരു ഫൈബറിലാണ് കേട്ടോ, ഈ ഫൈബർ മെറ്റീരിയലാണ്. ഇത് പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഈ സാധനം നേരെ നമ്മൾ ഈ അലൂമിനിയത്തിൻ്റെ ഗാഡിയുടെ ഉൾവശത്ത് കൂടെ കയറ്റി വിടുന്ന സമയത്ത് അത് അവിടെ കിടന്ന് ലോക്കായിക്കോളും. പിന്നെ അത് ഇതേ പറഞ്ഞ പോലെ ഈ മാഗ്നറ്റിൻ്റെ കഥ പറഞ്ഞ പോലെ എടുക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് ഇട്ടിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയും. നമ്മൾ ഈ വെതർ സ്ട്രിപ്പ് പറഞ്ഞ ഈ സംഭവം നമ്മൾ ചുറ്റോറം ചെയ്യണം കേട്ടോ. ഈ ഡോറിൻ്റെ 4 വശം ഇടണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അടഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിലൂടെ ഒന്നും കയറി പോകാനും പാടില്ല. അതേപോലെ ഇത് അടയുന്ന സമയത്ത് പോയിട്ട് ഈ അലൂമിനിയം കൊണ്ട് ഈ കട്ട്ലയിൽ പോയി അടയുന്ന സമയത്ത് അതിൻ്റെ ശബ്ദം കാര്യങ്ങളൊന്നും വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെതർ സ്ട്രിപ്പ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഹൈറ്റ് പീസിൽ മാഗ്നറ്റ് ഇട്ട് ആ മാഗ്നറ്റിൻ്റെ ബാക്കി വരുന്ന പോർഷൻ ഇതേപോലെ വെതർ സ്ട്രിപ്പ് ഇട്ട് ഇടുകയും രണ്ടാമത്തെ സെക്ഷൻ ഫുള്ളായിട്ട് നമ്മൾ വെതർ സ്ട്രിപ്പ് കയറ്റുന്നുണ്ട് കേട്ടോ, ഹൈറ്റ് പീസ്. അങ്ങനെ 2 ഹൈറ്റ് പീസിൽ ഫുള്ളായിട്ട് വെതർ സ്ട്രിപ്പ് കയറ്റുന്നുണ്ട്. അതേപോലെ 2 ക്രോസ് പീസും വരുന്നുണ്ട്. അങ്ങനെ ആ 2 ക്രോസ് പീസിലും പിന്നെ വെതർ സ്ട്രിപ്പ് കയറ്റി വിടണം. അപ്പോൾ നമുക്ക് എന്തായി, ഒരു ഡോറ് കൂട്ടുന്ന പോലെ ചട്ടം കൂട്ടി എടുക്കുന്ന സമയത്ത് 4 വശവും ഈ വെതർ സ്ട്രിപ്പ് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ക്രോസ് പീസിൽ വെതർ സ്ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ സെൻറ്റർ പീസാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ സെൻറ്റർ പീസ് കട്ട് ചെയ്യുക. നമ്മൾ ഈ ഡോറ് അടയുന്ന സമയത്ത് ഈ മാഗ്നറ്റിൻ്റെ ഒരു പവർ അത് ഉഷാറാണ് കേട്ടോ. കാരണം ഇത്രയും നീളത്തിലുള്ളൊരു മാഗ്നറ്റ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡോറ് മെല്ലെ അടച്ച് വിടുമ്പോൾ തന്നെ അത് പോയിട്ട് ടക്ന്ന് പോയിട്ട് ഒട്ടി നിൽക്കുകയും പിന്നെ അത് നമുക്ക് വലിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീലിംഗ് വേറെയാണ്. അപ്പോൾ സംഭവം സിമ്പിളാണെങ്കിലും പവർഫുള്ളാണ്.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതൊക്കെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോർണറൊക്കെ ഒന്ന് ജോയിൻ്റ് ആയി കിട്ടണമെങ്കിൽ നല്ല പാടാട്ടോ. കാരണം അതിൻ്റെ കോർണറൊക്കെ അത്ര ടൈറ്റ് ആയതുകൊണ്ട് അടിച്ച് കയറ്റിയിട്ടാണ് ജോയിൻറ്റ് ചെയ്യുക. അപ്പോൾ ജോയിൻ്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഇളകി പോരുന്നില്ല. പോരാതിന് നമ്മളതിലേക്ക് നന്നായിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ സെൻറ്റർ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അളവ് നോക്കി കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വശത്തൊരു ഗാഡി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗാഡിയിലോട്ടാണ് നമ്മൾ പുറത്തുനിന്ന് നേരെ നമ്മളിത് സ്ക്രൂ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ 2 സ്ക്രൂ വെച്ചിട്ട് അങ്ങനെ ഒരു മറ്റേ ഇതിൽ 4 സ്ക്രൂ ആണ് വരിക. കണ്ടോ, അതിങ്ങനെ കറക്റ്റ് കയറി അതിൻ്റെ ഉൾവശത്തെ ഗാഡിയുടെ ഉൾവശത്ത് കൂടെ കയറുന്ന സമയത്ത് അവിടെ സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും. പിന്നെ അത് ഒരു പിരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ഡോറിന് 2 കെട്ടാണ് കേട്ടോ വരിക. അപ്പോൾ അതിനുള്ള സെക്ഷനാണ് അതിലുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ 2 കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് തന്നെയാണത്. കറക്റ്റ് മെഷർമെൻറ്റ് നോക്കി ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്മേ നെറ്റ്, മോസ്കിറ്റോ നെറ്റ് വെക്കുന്നു. സ്റ്റീലിൻ്റെ റബ്ബർ ടൈറ്റ് ചെയ്യുക. ബാക്കി വശങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ പണി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഹിഞ്ചസും കാര്യങ്ങളും വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ SS മോസ്കിറ്റോ നെറ്റ് കേട്ടോ. അത് ഈ കാണുന്ന ബ്രാൻഡിൻ്റെയാണ് ഈ നെറ്റ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള നെറ്റാണ്. തുരുമ്പും കാര്യങ്ങളൊന്നും പിടിക്കില്ല. പക്ക SS ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സംഭവം, അതായത് മോസ്കിറ്റോ സെക്ഷൻ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം വരുന്ന അതിൻ്റെ കറക്റ്റ് അളവിൽ വരുന്ന ഇതാണ് കേട്ടോ. ഇനി നമുക്ക് വലിയൊരു ടാസ്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ് കറക്റ്റായിട്ട് ഈ ഗാഡിയുടെ ഉൾവശത്ത് കൂടെ കയറ്റി വിടണം. കാരണം ഇത് സിമ്പിളായിട്ടുള്ള നെറ്റല്ല, നല്ല ഹെവി ആയിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഈ റബ്ബർ വെച്ചിട്ട് ഈ ഗാഡിയുടെ ഉള്ളിലോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ പോരില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. അപ്പോൾ അത് കയറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കേട്ടത്. അത് 2 ഐറ്റം വീൽ ഇതിൽ വരുന്നുണ്ട്. അത് 2 ഐറ്റം റബ്ബർ കയറ്റി വിടാനുള്ളൊരു സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ കണ്ടോ, ഇത് നമ്മളിങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കയറ്റി വിടുക. റബ്ബർ മൂല വരുമ്പോൾ കട്ട് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം കേട്ടോ. ഇതാ ഈ ഒരു റബ്ബർ അതേപോലെ സ്റ്റീലിൻ്റെ നെറ്റും ഈ ഗാർഡർ ഉള്ളിലോട്ടാണ്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ആ ഗാർഡർ ഉള്ളിൽ ചെറിയൊരു ഗ്രിപ്പുണ്ട്. ആ ഗ്രിപ്പിൽ ഇതാണ്ട് ലോക്കാവും. അത് സ്ട്രോങ് ഔട്ടാവും. പിന്നെ അതൊന്നും ഇങ്ങോട്ട് പോരില്ല. ഇനി നമുക്കിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കലാണ് നമ്മളെ പരിപാടി. അങ്ങനെ നമ്മുടെ നെറ്റൊക്കെ ഇട്ട് ഫ്രെയിമൊക്കെ കൂട്ടി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു മോസ്കിറ്റോ ഡോറ് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര രൂപ ആവുമെന്ന് ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് കോസ്റ്റ് വരുന്നത് 8500 കേട്ടോ. അപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള അലൂമിനിയം ആംഗ്ലറും അതേപോലെ SS നെറ്റും അതേപോലെ ഇതിൻ്റെ എല്ലാ സെറ്റിങ്സും കൊടുക്കാൻ വന്നിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ട ചാർജാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് തന്നെ അത്യാവശ്യം വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക കോസ്റ്റ് വരുന്നൊരു പരിപാടിയാണ് മോസ്കിറ്റോ ഡോർ കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഹിഞ്ചസ്, ഇതാണ് ഇതിൻ്റെ ഹിഞ്ചസ് വരുന്നത് കേട്ടോ. ഇത് ഫിറ്റിംഗ് ആണ്. അപ്പോൾ ഇതിനായിട്ടൊരു ഗാഡി വരുന്നുണ്ട് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഗാഡിയിലോട്ട് ഈ കാണുന്ന ഭാഗം ഇത് ഇങ്ങനെ ഒരു ലോക്കിംഗ് ആണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ ആ ചാലിൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ മേലെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മേലെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇനി സെൻറ്റർ വശത്ത് ഇതേപോലെ ഒന്ന് കൊടുത്തിട്ട് അതിലോട്ട് സ്ക്രൂ ചെയ്തെടുക്കുക ചെയ്യുക. അപ്പോൾ അതിനെ നമ്മൾ ഹിഞ്ചസ് വെച്ചതിന് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സെൻറ്ററിലൊന്ന് കൊടുക്കും, അടിവശത്തൊന്ന് കൊടുക്കും. അങ്ങനെ 3 എണ്ണമാണ് കേട്ടോ ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹിഞ്ചസിൻ്റെ സിസ്റ്റം വരുന്നത് കേട്ടോ.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഷോപ്പത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഇനി ഫിറ്റിങ്ങിന് വേണ്ടി സൈറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സൈറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള മോസ്കിറ്റോ നെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അലുമിനിയം ഫ്രെയിം വെച്ചിട്ട് മോസ്കിറ്റോ നെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ വീട്ടിൽ തന്നെ നമ്മൾ മോസ്കിറ്റോൻ്റെ ഓപ്പൺ വിൻഡോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചിലവ് കുറവാണ്. അതേപോലെ നമ്മൾ സ്ലൈഡിംഗ് വിൻഡോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മോസ്കിറ്റോ സ്ലൈഡിംഗ് വിൻഡോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ നമ്മളെ ചാനലുണ്ട് കേട്ടോ. നിങ്ങൾ ഒന്ന് കയറി കാണുകയാണെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റും. എന്തായാലും നമുക്ക് ഈ ഡോറ് ഫിറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ ഇത് ഫിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാടൻ സൈഡാണ് ഈ വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ കൊതുകിൻ്റെ ശല്യം നന്നായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിച്ചൺ ഈ ഡോറ് തുറന്നിട്ട് കഴിഞ്ഞാൽ വൈകുന്നേര സമയത്ത് നല്ല കൊതുകിൻ്റെ ശല്യമാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്രില്ലിൻ്റെ സൈഡൊക്കെ അടച്ചിട്ടുണ്ട്. അതേപോലെ എയർ ഹോളൊക്കെ നെറ്റ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെയൊക്കെ ഇനി വരില്ല. അപ്പോൾ മെയിനായിട്ട് ഈ മെയിൻ ഡോർ കൂടെയാണ് കയറി വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വിൻഡോ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഇപ്പോഴും അത് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ആ ഫിക്സഡൊക്കെ. അപ്പോൾ കണ്ടോ, അടിവശത്ത് നിന്ന് നമ്മൾ എന്താ പറയുക, അടിയത്തെ കുറുമ്പടി വരുന്നുണ്ട്. അതിന്നൊരു ശരിക്കും ചെറുതായിട്ടൊന്ന് പൊക്കിയിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. കാരണം അടിവശത്ത് കൂടെ ഈ ചേരട്ട അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കയറി വരാൻ പാടില്ല. അപ്പോൾ എവിടെയും ഗ്യാപ്പില്ലാത്ത പോലെ 4 ഒരേപോലെ ടൈറ്റായിട്ടാണ് ഇത് വരിക. ഇനിയാണ് നമ്മളതിൻ്റെ മെയിൻ പരിപാടി നടക്കാൻ പോകുന്നത്, ഇതിൻ്റെ മാഗ്നറ്റ് ഫിറ്റിംഗ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാഗ്നറ്റ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഒരു സെക്ഷൻ്റെ ഉൾവശത്ത് കൂടെ മാഗ്നറ്റ് കയറ്റുന്നത് കാണിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് വശമാണ് ഇപ്പോൾ നമ്മൾ അതിലോട്ട് കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ നീളത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ മാഗ്നറ്റ് കൊടുക്കും. അപ്പോൾ ഇതുമൊരു ഒട്ടിപ്പ് വരുന്നുണ്ട്. അതൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒട്ടിപ്പാണെന്നാണ് പറയുന്നത്. അതൊന്നും വിട്ടു പോയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ അത് വിട്ടു പോന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആ സാധനം നമ്മളിപ്പോൾ കറക്റ്റായിട്ട് വെച്ചു. ഇനി ഇതിൻ്റെ മേൽവശത്തുള്ള സ്റ്റിക്കർ നമ്മൾ ചീന്തി കളയും. അത് കറക്റ്റ് പൊസിഷൻ കറക്റ്റാക്കി വെച്ചിട്ട് ആ സ്റ്റിക്കറാണ്ട് ചീന്തി കളഞ്ഞിട്ട് ഈ ഡോർ വശം നേരെ കട്ടിലേമിക്കാണ്ട് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നേരെ അവിടെ പോയിട്ട് ഒട്ടി നിൽക്കും കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് പോയിന്റിൽ പോയി നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത് കേട്ടോ. ഈ സ്റ്റിക്കർ നമ്മൾ മെല്ലെ എടുക്കുക. ഇനി നമ്മൾ നേരെ കട്ടില വശത്ത്, ആ കട്ടിലേമ പൊടിയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു വട്ടം നമ്മൾ കംപ്ലീറ്റ് തുടച്ച് കളഞ്ഞാണ് ഒന്നും കൂടി തുടച്ച് അതിക്ക് കറക്റ്റ് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ആ സ്റ്റിക്കറിന് അത്യാവശ്യം പവറുണ്ട്. ആ സ്റ്റിക്കർ നമ്മൾ അതിലോട്ട് പ്രസ് ചെയ്ത്, അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ശരിക്കും പറഞ്ഞപ്പോൾ 4 വശം ഒരേപോലെ ടൈറ്റായിട്ടോ. അപ്പോൾ അത് ഇത്ര ഉള്ളു പരിപാടി. അപ്പോൾ അതിൻ്റെ ഒരു വശം കംപ്ലീറ്റ് നമ്മുടെ കട്ടിലോട്ട് വന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് അതിൻ്റെ മാഗ്നറ്റ് ഫിറ്റിംഗ് കേട്ടോ. ഇനി ഇതിൻ്റെ 2 ഹാൻഡിലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് മോസ്കിറ്റോ ഡോർ ഫിറ്റിംഗ് കേട്ടോ. വളരെ സിമ്പിളാണ്, എന്നാൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കും വേണം. അപ്പോൾ നമ്മളിതിൻ്റെ മേൽവശത്തുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പറിച്ച് കളയുകയാണ്. അപ്പോൾ നമ്മൾ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ചെയ്യാറുള്ളത്. സൈറ്റിൽ വന്നിട്ട് പറിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിൽ നമുക്ക് ഹാൻഡിലും കൂടിയും ഫിറ്റ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി കഴിഞ്ഞാലുള്ള വർക്ക് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ നമ്മളെ ചാനലിൽ നമ്മൾ മോസ്കിറ്റോ വിൻഡോ ഫിറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ കാണുന്ന പോലെ മോസ്കിറ്റോ ഡോറുണ്ട്. അതേപോലെ ഹണികോം എന്ന് പറഞ്ഞിട്ട്, അതായത് സ്ലൈഡിങ് മോഡൽ മോസ്കിറ്റോ വിൻഡോ, അത് ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ നമ്മളെ ചാനലൊന്ന് കയറി ഇതൊക്കെ ഒന്ന് കാണുക. നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കിടിലം വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ നമ്മളെ ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയൽ എന്നുള്ള ചാനൽ നിങ്ങൾ ഒന്ന് ഫേസ്ബുക്കിലാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫോളോ ചെയ്യുക. എന്നാൽ യൂട്യൂബിലാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ നമ്മളെ വീഡിയോ വാച്ച് ചെയ്തവർക്ക് ഒരുപാട് നന്ദി. അപ്പോൾ നമ്മളിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളിതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ റിസ്ക് എടുത്തിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.